മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KPCC അധ്യക്ഷന്റെ പിന്തുണ KC വേണുഗോപാലിന്. സണ്ണി ജോസഫിന്റേതടക്കം MLA-മാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ലിസ്റ്റിന്റെ ചിത്രം പുറത്തുവന്നതിന് പിന്നാലെ വിവാദം. തന്റെ പിന്തുണ രേഖപ്പെടുത്താത്തതിൽ ഉദുമ നിയുക്ത MLA നീലകണ്ഠൻ AICCക്ക് പരാതി നൽകി. പ്രചരിക്കുന്ന ചിത്രം യഥാർത്ഥമല്ല എന്നാണ് മുകുൾ വാസ്നിക് പ്രതികരിച്ചത്. MLA-മാരുടെ പിന്തുണയടങ്ങിയ അഭിപ്രായമടങ്ങിയ റിപ്പോർട്ട് നിരീക്ഷകർ നേതൃത്വത്തിന് സമർപ്പിച്ചു. മല്ലികാർജ്ജുന ഖാർഗെയുമായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ദീപാദാസ് മുൻഷിയും കൂടിക്കാഴ്ച നടത്തി. ശശി തരൂരും ഖാർഗെയെ കണ്ടു. 47 MLA-മാരുടെ പിന്തുണയുമായി മുന്നിലെന്നാണ് KC പക്ഷത്തിന്റെ അവകാശവാദം. ആദ്യം പ്രതികരണങ്ങൾ കേൾക്കാം. I am aware about the photograph. I have seen it, and that is not reflecting the position. It is incorrect. It is not based on facts. On 4th, the election results were announced. On 5th, immediately after that, both of us were instructed to go along with our General Secretary in charge, Deepadas Munshi. We went on 6th to Kerala, and on 7th we had the meeting of Legislative Party, and today we have come back and we have submitted our report to the leadership, to the Congress President. We are as eager to finish it off as soon as possible. ഞാൻ പറഞ്ഞ വാക്കുകൾ അവിടെ AICC നിരീക്ഷകന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ രേഖപ്പെടുത്തുന്ന കണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ഒരു ബ്ലാങ്ക് പേപ്പർ കാണിച്ചാൽ ഉത്തരവാദി ഞാനാണോ? അങ്ങനോ? അത് മാത്രമല്ല, ഒന്നാം നമ്പറല്ല, എന്നെക്കാളും മുമ്പ് അവിടെ അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ല, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ ആവശ്യപ്പെടുമല്ലോ. ഒരു MLA എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുമല്ലോ. സ്വാഭാവികമല്ലേ? റോഷിപാലും നോബൽ മാരിക്കാരനും അരുൺ പൂപ്പറമ്പയും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം റോഷിപാലിലേക്കാണ് പോകുന്നത്. റോഷിപാൽ, ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കണ്ട വളരെ കൗതുകകരമായ ഒരു കമന്റ് എന്ന് പറയുന്നത് ഇതിലും ഭേദം പുത്തരിക്കണ്ടത്ത് ഒരു അസംബ്ലി വിളിച്ചിട്ട് കൈപൊക്കാൻ പറയുന്നതായിരുന്നു എന്നാണ്. അത്രമേൽ സൂക്ഷ്മതയില്ലാതെ ഒരു സ്വകാര്യ രേഖ കൈകാര്യം ചെയ്തതിന് ശേഷം ഈ വിവാദങ്ങൾക്ക് ഹൈക്കമാൻഡ് എന്ത് മറുപടി പറയും? അതും അങ്ങനെയാണ്. കാരണം ഏറ്റവും രഹസ്യമായിട്ടാണ് MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത്. കാരണം അതുതന്നെയാണ് ഇന്നലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന്റെ വളപ്പിലേക്ക് പോലും പ്രവർത്തകരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. കടുത്ത നിയന്ത്രണമായിരുന്നു മാധ്യമങ്ങൾക്ക് പോലും. ആ കെട്ടിടത്തിന്റെ വാതിലൊക്കെ അടച്ചിട്ട് വളരെ രഹസ്യമായി അവിടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയായിരുന്നു. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ദീപാദാസ് മുൻഷി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു നേതാക്കൾക്കൊന്നും ഓരോ MLA-മാരും ആർക്കു വേണ്ടി അവിടെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയെന്ന് അറിയില്ലായിരുന്നു. ഏതാണ്ട് ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു. ഒടുവിൽ ഇന്ന് പത്രത്തിൽ അച്ചടിച്ചു വന്ന ആ ചിത്രത്തിലൂടെയാണ് തിരിച്ചറിയുന്നത് ദീപുവിന്റെ ഏറ്റവും മനോഹരമായ ഒരു രാഷ്ട്രീയ ചിത്രമാണ്. ആ ചിത്രത്തിൽ കൃത്യമായി അത് സൂം ചെയ്യുമ്പോൾ അതിൽ ഓരോ MLA-മാർ അവർ രേഖപ്പെടുത്തിയ അഭിപ്രായം അതിൽ കൃത്യമായി കുറിച്ചു വെച്ചിരിക്കുന്നതാണ്. അതിൽ നീലകണ്ഠൻ അഭിപ്രായപ്പെട്ടതിന്റെ കോളം ഒഴിച്ചിട്ടതാണ് അത് വലിയ സംശയത്തിനും ദുരൂഹതയ്ക്കും ഇടയാക്കിയത്. ഈ കാര്യത്തിൽ വലിയ പരാതി രമേശ് ചെന്നിത്തല പക്ഷം ഉയർത്തി. മുകുൾ വാസ്നിക്കിനെ തന്നെ രമേശ് ചെന്നിത്തല നേരിട്ട് വിളിച്ച് പരാതി അറിയിച്ചു. അതിന് തൊട്ടു പിന്നാലെയാണ് ഹൈക്കമാൻഡിന് നീലകണ്ഠൻ ഒരു ഇമെയിൽ സന്ദേശം അയച്ചത്. താൻ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു, അത് അവിടെ എഴുതി വെച്ചത് താൻ കണ്ടതാണ്. അത് പക്ഷേ ഈ പ്രിന്റഡ് നോട്ടിൽ കാണുന്നില്ല. അത് തന്റെ അഭിപ്രായമായി ഇമെയിൽ സന്ദേശം പരിഗണിക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും. ഏതായാലും ഇനി പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. കാരണം MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. MLA-മാരുടെ അഭിപ്രായത്തിൽ KC വേണുഗോപാലിന് തന്നെയാണ് ഭൂരിപക്ഷം. രണ്ടാമത് രമേശ് ചെന്നിത്തലയും മൂന്നാമതാണ് VD സതീശൻ. അതേസമയം ഘടകകക്ഷികളുടെ അഭിപ്രായം എന്തെന്ന് കൃത്യമല്ല. നേരത്തെ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യമായി നടത്തിയ അഭിപ്രായ പ്രകടനത്തിനപ്പുറത്തേക്ക് ലീഗിൽ നിന്നും മറ്റാരും VD സതീശനെ പരസ്യമായി പിന്തുണച്ചിട്ടില്ല. പാർട്ടിയുടെ അഭിപ്രായം തന്നെയാണോ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്ന് വ്യക്തവുമല്ല. PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം RSP അടക്കമുള്ള പാർട്ടികളുടെ നിലപാടൊക്കെ അവർ രേഖപ്പെടുത്തിയതാണ്. എല്ലാം പരിശോധിച്ച് സംസ്ഥാനത്തെ കോൺഗ്രസ് MP-മാരുടെ അഭിപ്രായം പരിശോധിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം അടക്കം രേഖപ്പെടുത്തിയതാണ്. എല്ലാം വിശദമായി ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പരിശോധിച്ചതിന് ശേഷം നാളെ നേതാക്കളുമായി ചർച്ച നടത്തും. നേതാക്കളൊക്കെ കാത്തിരിക്കുകയാണ് അവർ ഫോൺ കോളിന് വേണ്ടി ദില്ലിയിലേക്ക് പോകാൻ. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ നേതാക്കൾ ദില്ലിയിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ നാളെ മാരത്തോൺ ചർച്ചകളായിരിക്കും. ചർച്ചകൾക്കൊടുവിൽ നാളെ രാത്രിയോ മറ്റന്നാൾ രാവിലെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. അരുൺ പൂപ്പറമ്പ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, ഒരു അഭിപ്രായം പറയുകയും അത് രേഖപ്പെടുത്തുന്നത് കാണുകയും ചെയ്തു നീലകണ്ഠൻ എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. പിന്നീട് എന്തുകൊണ്ടാണ് അത് ഒരു വൈറ്റ്നർ വെച്ച് മായ്ച്ച രീതിയിൽ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള എന്തോ ഒരു താല്പര്യം അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. ആ ദുരൂഹത, ആ സംശയം തുറന്ന് നീലകണ്ഠൻ പറഞ്ഞില്ലെങ്കിൽ പോലും ആ നിലവിൽ അയച്ചിട്ടുള്ള പരാതിയിൽ ആ ആശങ്കയുണ്ട്. അതായത് താൻ കൃത്യമായി തൻ്റെ അഭിപ്രായം, തൻ്റെ നിലപാട് നിരീക്ഷകർക്ക് മുന്നിൽ പറഞ്ഞു.
അത് അവർ രേഖപ്പെടുത്തുന്നതും താൻ കണ്ടതാണ് എന്നതാണ് കെ നീലകണ്ഠൻ പറയുന്നത്. പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഈ നിരീക്ഷകർക്ക് ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർക്ക് ഈ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തുകൊണ്ട് അവിടെ അഭിപ്രായപ്പെട്ട അല്ലെങ്കിൽ അറിയിച്ച നിലപാട് രേഖപ്പെടുത്താതെ പോയി എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടതുള്ളത്. താൻ നൽകിയിട്ടുള്ള താൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായം കൃത്യമായി ഡൽഹിയിലെത്തണം. തൻ്റെ ഈ കേരളത്തിലെ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജനങ്ങളുടെ പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള അഭിപ്രായ നിലപാടുമാണ് ഞാൻ അറിയിച്ചത്. അതുകൊണ്ട് അത് കൃത്യമായി തന്നെ ഡൽഹിയിലെത്തണം. അതിലേതെങ്കിലും തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചിത്രത്തിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയം എന്തായാലും രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പരാതി അയച്ചത്. ആ പരാതിയിൽ കൃത്യമായി വ്യക്തത വരുത്തണം എന്ന് തന്നെയാണ് കെ നീലകണ്ഠൻ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്. നോബിൾ മാലിക്കാരൻ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോബിൾ, ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ തുടർ ചർച്ചകൾ അല്ലെങ്കിൽ മാരത്തൺ ചർച്ചകളാണ് നടക്കേണ്ടത്. മധു, തീർച്ചയായും ഇനിയിപ്പോൾ ചർച്ചകളുടെ സമയമാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി നിലവിൽ ഹരിയാനയിലാണുള്ളത്. വൈകിട്ടോടെ അദ്ദേഹം മടങ്ങിയെത്തും. അതിനുശേഷം ചർച്ചകൾ ആരംഭിക്കും എന്ന് അറിയുന്നു. നാളെ തന്നെ അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും ദില്ലിക്ക് വിളിപ്പിക്കും. നിലവിൽ കെ.സി. വേണുഗോപാൽ ദില്ലിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കി സമവായം ഉണ്ടാക്കി ഞായറാഴ്ച തന്നെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട തീരുമാനം. ഇന്നിപ്പോൾ നിരീക്ഷകർ അല്പം മുമ്പ് പ്രത്യേകിച്ച് അജയ് മാക്കനും ഒപ്പം ദീപാദാസ് മുൻഷിയും അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിക്കും ഇവിടെ എത്തി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 3 ഘടകങ്ങൾ ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി കാര്യത്തിൽ പരിഗണിക്കും. അതായത് MLA-മാരുടെ പിന്തുണ, അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ നിലപാട്, ജനവികാരം എന്നിവ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ ഈ ബൈറ്റുകൾ നൽകിയതിനു ശേഷം, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയതിനു ശേഷം അജയ് മാക്കനും അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിക്കും സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സാഹചര്യം വളരെ മോശമാണ് എന്ന റിപ്പോർട്ട് കൂടി ഇവർ നൽകിയിട്ടുണ്ട്, വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. കാരണം സംസ്ഥാനത്ത് ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും തീരുമാനം വൈകിപ്പിച്ചുകൂടാ. വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കും, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്താണെങ്കിലും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ മറ്റു തരത്തിൽ അത്തരത്തിൽ പ്രധാനപ്പെട്ട നീക്കങ്ങൾ എന്താണെങ്കിലും നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുന്നിലാണ് ഇപ്പോഴും. എന്താണെങ്കിലും നേതാക്കൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. എത്രയും വേഗം മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് നിരീക്ഷകർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇനിയിപ്പോൾ ചർച്ചകളാണ്. അതിനിടയിലാണ് നൽകിയ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ കൂടി ഉണ്ടാവുകയും ചെയ്യുന്നത്.